നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 24-ാമത്തെ അധ്യായം സദാചാരം. നാരദൻ പറഞ്ഞു, ഹരിഭക്തി കൊണ്ടുണ്ടാകുന്ന മഹാപുണ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി വർണ്ണാശ്രമങ്ങളുടെ സദാചാര വിധിയെക്കുറിച്ച് കേട്ടാൽ കൊള്ളാം. സനകൻ പറഞ്ഞു, മന്വാദികൾ പറഞ്ഞിട്ടുള്ള വർണ്ണാശ്രമ വിധികളെക്കുറിച്ച് ഞാൻ പറയാം. വർണ്ണങ്ങൾ 4 ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ആദ്യത്തേത് 3 ദ്വിജന്മാരുടെ കൂട്ടത്തിൽ പെടും. അമ്മയിലൂടെയും ഉപനയനത്തിലൂടെയും 2 ജന്മങ്ങൾ കിട്ടുന്നതുകൊണ്ട് ദ്വിജന്മാരായി. വർണ്ണത്തിനനുസരിച്ചാണ് ആചാരങ്ങൾ വിധിച്ചിട്ടുള്ളത്. ധർമ്മങ്ങൾ അനുസരിക്കാത്തവൻ പാഷണ്ഡനാണ്. ഗ്രഹ്യസൂത്രമനുസരിച്ച് തനിക്ക് വിധിച്ചിട്ടുള്ള ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവനാണ് നല്ലവൻ. അല്ലാത്തവരെയൊക്കെ ധർമ്മം ബഹിഷ്കൃതന്മാരായി പതിതരായി തീരുന്നു. ഓരോ യുഗങ്ങളിലും ദേശങ്ങളിലും പ്രത്യേകമായി സ്മൃതിധർമ്മത്തിന് കോട്ടം വരാതെ ആചാരങ്ങൾ സ്വീകരിക്കണം. മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നല്ലത് ചെയ്യണം. ഇല്ലെങ്കിൽ കിട്ടുന്നത് ദോഷം നിറഞ്ഞ ലോകമായിരിക്കും. സമുദ്രയാത്ര, കമണ്ടലു ധരിക്കൽ, തൻ്റേതല്ലാത്ത വർണ്ണത്തിൽ നിന്നും കന്യകയെ സ്വീകരിക്കൽ, ഭർത്തൃസഹോദരനിൽ നിന്ന് പുത്രസമ്പാദനം, അതിഥി സൽക്കാരത്തിന് മൃഗവധം, ശ്രാദ്ധക്രിയകളിൽ മാംസം സ്വീകരിക്കൽ, വാനപ്രസ്ഥം, ഒരിക്കൽ വിവാഹം കഴിച്ച് അക്ഷതയായി നിൽക്കുന്ന കന്യകയെ വീണ്ടും വിവാഹം ചെയ്തു കൊടുക്കൽ, സ്ഥിരമായ ബ്രഹ്മചര്യം, നരമേധം, അശ്വമേധം, ഗോമേധം, വീട് വിട്ടുപോകൽ, ഇവയെല്ലാം കലിയുഗത്തിൽ ഉപേക്ഷിക്കപ്പെടേണ്ടവയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഓരോ ദേശത്ത് വസിക്കുന്നവരും ആചരിക്കേണ്ടത് അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങളാണ്. ഇനി 4 വർണ്ണങ്ങൾക്കും പൊതുവായി വരുന്ന കാര്യങ്ങൾ പറയാം. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. ദേവന്മാർക്ക് വേണ്ടി യാഗം ചെയ്യണം. ഉപജീവനത്തിന് വേണ്ടി യാചിക്കാം. മറ്റുള്ളവരെ പഠിപ്പിക്കാം. യാഗം ചെയ്യാൻ അർഹതയുള്ളവരെ കൊണ്ട് യാഗം ചെയ്യിക്കാം. എന്നും ഉദകക്രിയകൾ ചെയ്യണം. അഗ്നി, ദേവൻ എന്നിവർക്ക് ദിവസവും പൂജ കൊടുക്കണം. തനിക്ക് കിട്ടേണ്ടതും പരകീയവുമായ സ്വത്തിൽ ഒരേ മനസ്സായിരിക്കണം. എല്ലാവർക്കും നന്മ ചെയ്യണം. മൃദുവായി മാത്രമേ സംസാരിക്കാവൂ. ആരോടും അഹിതമായി പെരുമാറരുത്. വിഷ്ണുപൂജയിൽ താല്പര്യമുണ്ടാകണം. ഋതുകാലങ്ങളിൽ പത്നിയെ സമീപിക്കണം. ക്ഷത്രിയനും വിപ്രന്മാർക്കും ദാനം ചെയ്യണം. വേദം പഠിപ്പിക്കണം. യാഗം ചെയ്യണം. ശാസ്ത്രങ്ങൾ പഠിച്ചിരിക്കണം. പ്രജാസംരക്ഷണം ചെയ്യണം. ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ശിഷ്ടന്മാരെ പരിപാലിക്കുകയും വേണം. വൈശ്യന് മൃഗസംരക്ഷണം, കച്ചവടം, കൃഷി, വേദാധ്യയനവും പ്രകീർത്തനവും എന്നിവയാണ് വിധിച്ചിട്ടുള്ളത്. വിവാഹം കഴിക്കാം. കച്ചവടത്തിലൂടെ നേടുന്നതും ശില്പവേലകൾ ചെയ്ത് കിട്ടുന്നതുമായ ധനം കൊണ്ട് ധർമാചരണം നടത്താം. ശൂദ്രന് ദാനം ചെയ്യാം. വീട്ടിൽ യാഗം നടത്തരുത്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാരെ ശുശ്രൂഷിക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഋതുകാലങ്ങളിൽ സ്വഭാര്യമാരെ സമീപിക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന ആഗ്രഹം, നല്ല സംസാരം, മനസ്സ് സുഖം ചെയ്യാനുള്ള ആഗ്രഹം, അതിയായി അഹങ്കരിക്കാതിരിക്കൽ എന്നിവ എല്ലാ വർണ്ണങ്ങൾക്കും ഉണ്ടാകണം എന്നാണ് മഹർഷി വചനം. തൻ്റെ വർണ്ണത്തിന് ചേർന്ന ആചാരങ്ങൾ അനുവർത്തിച്ചാൽ എല്ലാവരും മുനിമാരാകും. അത്യാവശ്യം വരുമ്പോൾ ബ്രാഹ്മണന് ക്ഷത്രിയൻ്റെ ആചാരങ്ങളെ സ്വീകരിക്കാം. ക്ഷത്രിയൻ വൈശ്യൻ്റെയും. എന്നാൽ ബ്രാഹ്മണൻ ഒരിക്കലും ശൂദ്രൻ്റെ ആചാരങ്ങൾ ചെയ്യരുത്. അറിവില്ലാതെ ദ്വിജൻ ചെയ്തു പോയാൽ അയാൾ ചണ്ടാളനായിരിക്കും. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യന്മാർക്ക് 4 ആശ്രമങ്ങളേ ഉള്ളൂ. 5ാമത് ഒന്നില്ല. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, ഭിക്ഷു എന്നീ 4 ആശ്രമങ്ങളിലൂടെ ഉത്തമധർമ്മം വഹിക്കാം. സ്വകർമ്മനിരതന്മാരായ ശാന്തന്മാരോട് വിഷ്ണു പ്രസാദിക്കും. പുനർജനിയില്ലാത്ത മോക്ഷം നൽകുകയും ചെയ്യും. ഇതോടുകൂടി 24-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.